ഹായ് ഗൈസ്, നമുക്കൊരു കേക്ക് ഉണ്ടാക്കിയാലോ? അത് ഈ കപ്പിൽ ഇതേ നല്ല എസ്തെറ്റിക് ആയിട്ടുള്ള ഈ മഗ്ഗാട്ട് എടുത്ത്, പിന്നെ മെഷറിംഗ് സ്പൂൺ ആവശ്യമാണല്ലോ നമുക്ക് മെഷർ ചെയ്യണമെങ്കിൽ. അപ്പോൾ ഇതേ മെഷറിംഗ് സ്പൂൺ ഇതേ എടുത്തുവിട്ടാൽ ഇതിന് ആവശ്യമായിട്ടുള്ള സാധനം എന്ന് പറഞ്ഞാൽ 3 ടേബിൾ സ്പൂൺ മൈദ വേണം. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, പിന്നെ മധുരം ആവശ്യത്തിന് എന്ന് പറഞ്ഞാൽ ഞാൻ 2 സ്പൂൺ പഞ്ചസാര ആട്ടോ എടുത്തത്. നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിന് മധുരം ഇടണം കേട്ടോ. പിന്നെ അത് മിക്സാക്കി നല്ല പൗഡർ പോലെ ആക്കണം കേട്ടോ. അതിനകത്തെ കട്ടകളും കാര്യങ്ങളും എല്ലാം ഉടഞ്ഞ് നല്ല പോലെയാണ്. അത് കഴിഞ്ഞ് അതിനകത്തേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പാൽ ഒഴിക്കണം കേട്ടോ. പിന്നെ അടുത്ത വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വെജിറ്റബിൾ ഓയിലില്ലേ, അതില്ലെങ്കിൽ നമുക്ക് ബട്ടർ ആയാലും എടുക്കാം കേട്ടോ. ഇതിലേതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതിൽ ഏതെങ്കിലും ഒരു ഐറ്റം ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ അതിനകത്തേക്ക് ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ. പിന്നെ വാനില എസൻസ് ഉണ്ടെങ്കിൽ അതൊരു ചെറിയൊരു സ്പൂണിൽ നമുക്ക് അത്രയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. മിക്സ് ചെയ്തത് ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കണം. 10 മിനിറ്റ് മാറ്റി വെച്ചിട്ടാണ് അടുത്ത കലാപരിപാടികൾ. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാൻ തോന്നും, പക്ഷെ ഒരു കാരണവശാലും ആഡ് ചെയ്താൽ ഫെയിലായിപ്പോയി, അത് ഉറപ്പാണ്. പിന്നെ എൻ്റെ കയ്യിലുള്ള ഈ എയർ ഫ്രയറിലേക്ക് ഞാൻ കയറ്റി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വെച്ചിട്ടുണ്ട്. 10 മിനിറ്റിന് ശേഷമാണ് പുറത്തെടുത്തത് കേട്ടോ. നമ്മുടെ കേക്ക് ഇതേ സെറ്റായി കേട്ടോ. ഇനി നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ച് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുക. എൻ്റെ കയ്യിൽ ന്യൂട്രലായിരുന്നു, അപ്പോൾ അത് വെച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തു കേട്ടോ.